പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ വളരെ ഔപചാരികമായി ഏത് സമ്മേളന വേദികളിലും അല്ലെങ്കിൽ എന്തിന് പരസ്പരം കത്തെഴുതുമ്പോഴും ഒക്കെ നമ്മൾ അലസമായി ഒരു പിഴച്ച പതിവ് പോലെ അല്ലെങ്കിൽ വളരെ ഗംഭീരമായ ഒരാരംഭം പോലെ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ടവരെ എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പരിക്കേറ്റ് മുറിവ് പറ്റി രക്തം വാർന്ന് നിൽക്കുന്ന ഒരു പശ്ചാത്തലം, ആ പശ്ചാത്തലം നിലനിൽക്കെ തന്നെ കേരളീയ സമൂഹത്തിൽ നിന്ന് നമുക്ക് ഒരു തരത്തിലുള്ള അരക്ഷിതത്വവുമില്ലാതെ ഒരു വലിയ പരിധി വരെ പരസ്പരം പ്രിയപ്പെട്ടവരെ എന്ന് വിളിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ വിളി നമുക്ക് ഉത്തർപ്രദേശിൽ നിന്ന് സാധ്യമാവുകയില്ല എന്ന് പറയുമ്പോൾ ഔപചാരികമായ അർത്ഥത്തിൽ അത് അസാധ്യമാണ് എന്നല്ല, മറിച്ച് അനൗപചാരികമായി പ്രിയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും അതുപോലെ സംഘപരിവാർ ആശയങ്ങൾക്ക് മേൽക്കോയ്മയുള്ള പല സമൂഹങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം കേരളീയ സമൂഹത്തിൽ ആ സമൂഹത്തിന് നിരവധി പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ആ പരിമിതികൾക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടത്തിലൂടെ കേരളം രൂപപ്പെടുത്തിയെടുത്ത മതനിരപേക്ഷതയുടെ അതിമഹത്തായ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലമാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ എന്നുള്ളതിനെ ഔപചാരികതയുടെ ഒരു ചെറിയ ലോകത്ത് നിന്ന് അനൗപചാരികതയുടെ വലിയ ലോകത്തിലേക്ക് എടുത്തുയർത്താനുള്ള ഊർജം തരുന്നത്. അതുകൊണ്ട് വളരെ ആത്മാഭിമാനത്തോടെ ഒരു മലയാളി എന്ന നിലയിൽ, മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അടക്കമുള്ള സന്നിഹിതവും അസന്നിഹിതവുമായ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്ന വാക്കുച്ചരിക്കുമ്പോൾ മനസ്സിൽ ഒരു പൂ വിരിയുകയല്ല, മറിച്ച് ഒരു പൂന്തോട്ടം തന്നെ ഉണ്ടായിത്തീരുകയാണ്. ഇത്രയും ആമുഖമായി പറയുന്നത് ഇന്ന് നമ്മുടെ കേരളീയ സമൂഹത്തിൽ പോലും പല വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏത് കാലത്തും ഐക്യകേരളം രൂപപ്പെട്ട കാലം മുതൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMSൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെടുമ്പോൾ ആ മന്ത്രിസഭ മുന്നോട്ട് വെച്ച ഭൂപരിഷ്കരണ ബില്ലും വിദ്യാഭ്യാസ ബില്ലും കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുമ്പോൾ അത് യാഥാസ്ഥിതികത്തെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനാവുന്നതായിരുന്നില്ല. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ പ്രതീക്ഷയെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് കേരളം പോലുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ ഭരണത്തെ അട്ടിമറിക്കാൻ CIA ഉൾപ്പെടെ വൻതോതിൽ പണം ചെലവഴിച്ചു എന്നുള്ളത് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. കുപ്രസിദ്ധമായ വിമോചന സമരം, ഞാൻ വിശദാംശങ്ങൾ പറയുന്നില്ല, ഞാൻ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള വലതുപക്ഷ കടന്നാക്രമണങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് കേരളം ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. അതുകൊണ്ട് കേരളത്തെക്കുറിച്ചുള്ള ഒരാലോചനയിൽ ആദ്യമായും പിന്നെയും തുടർന്നും അമർത്തിപ്പറയേണ്ട പല കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത്, എക്കാലത്തും കേരളം ഫാസിസ്റ്റുകളുടെ പേടി സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ പൊളിക്കേണ്ടത് എന്നും അവരുടെ അജണ്ടയിലെ പ്രധാനപ്പെട്ട ഒരിനമാണ്. ഇന്നും അതങ്ങനെ തന്നെയാണ്. അതിനുവേണ്ടി അവർ നടത്തുന്ന നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ചിലതിനെക്കുറിച്ച് മാത്രമാണ് ഒരു ചെറിയ സമയത്ത് തുടരേണ്ട ഒരു ഇടപെടൽ പ്രക്രിയയുടെ ഭാഗമെന്ന അർത്ഥത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ആദ്യം തന്നെ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും നമ്മൾ വളരെ മുന്നേറിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പിക്കുലി എന്ന ഒരു പദത്തിലൂടെ, ഈ പദം ഞാൻ രൂപപ്പെടുത്തിയെടുത്തത് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്നതിൻ്റെ ഒരു മലയാള ചുരുക്കമായിട്ടാണ് ഞാൻ പിക്കുലി എന്ന വാക്ക് അവതരിപ്പിക്കുന്നത്. അതായത് ജീവിതത്തിൻ്റെ ഭൗതിക ഗുണത, ശരാശരി ആയുർദൈർഘ്യം വർദ്ധിച്ചു. ഒരല്പം നർമ്മത്തോടെ തമാശയോടെ പറയാമെങ്കിൽ ഇന്ന് ഏത് പ്രദേശത്തും 100 തികഞ്ഞവരുടെ ഒരു ചെറിയ കൂട്ടായ്മ വിളിച്ചുകൂട്ടാൻ പ്രയാസമില്ല. സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് കേരളം എത്തിപ്പെട്ടു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ
ശിശു മരണ നിരക്ക് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 5 കുട്ടികളാണ് യൂറോപ്യൻ നിലവാരത്തിലേക്ക് കേരളം എത്തിപ്പെട്ടു എന്നുള്ളതിന് മാത്രമല്ല, ഐക്യ കേരളത്തിൻ്റെ പിറവിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി നവംബർ 1 അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടതും ആഹ്ലാദകരമാണ്. എന്നാൽ ഇങ്ങനെ പിക്കുലി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ നമ്മൾ മുന്നേറുമ്പോൾ, ആ മുന്നേറ്റത്തെ സ്വാഗതം ചെയ്യുമ്പോൾ മറ്റൊരു പരികൽപ്പന ഈ സന്ദർഭത്തിൽ അനിവാര്യമായും അപഗ്രഥിക്കപ്പെടേണ്ടതുണ്ട്. സൗകര്യത്തിന് വേണ്ടി ഞാനതിനെ സിക്കുലി എന്നാണ് വിളിക്കുന്നത്. കൾച്ചറൽ ഇൻഡെക്സ് ഓഫ് ലൈഫ് ക്വാളിറ്റി, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ സാംസ്കാരിക ഗുണതയുടെ സൂചകങ്ങൾ. ഒരു ജനതയുടെ ഭൗതിക ജീവിതത്തിൻ്റെ സൂചകങ്ങൾ എന്ന് പറയുന്നത് സാക്ഷരതയും ആരോഗ്യവും വിനോദവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണെങ്കിൽ, ഒരു ജനതയുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഗുണത എന്ന് പറയുന്നത് ഒറ്റ വാചകത്തിൽ വേണ്ട, ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാൻ ആവശ്യപ്പെട്ടാൽ ഞാനതിനെ മനുഷ്യർ തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധങ്ങൾ എന്നതിൽ ഒതുക്കും. ആരോഗ്യകരമായ ബന്ധത്തിൻ്റെ ഭൂമിയും ആകാശവുമായി ഇരിക്കേണ്ട ഏറ്റവും മഹത്തായ മൂല്യം ഏതെന്ന ചോദ്യത്തിന് 2 ഉത്തരമില്ല, ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് മതനിരപേക്ഷത, മതനിരപേക്ഷത, മതനിരപേക്ഷത എന്നു മാത്രമാണ്. ജാതി സങ്കുചിത്വത്തിനും അതോടൊപ്പം മതസങ്കുചിത്വത്തിനും രാഷ്ട്രീയ സങ്കുചിത്വത്തിനും ഭാഷാ സങ്കുചിത്വത്തിനും അപ്പുറം ഞങ്ങളും മനുഷ്യരാണ്. വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെടുന്നവരാണ്, പലതരം ഭാഷകൾ സംസാരിക്കുന്നവരാണ്, പല മതത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഒന്നിലും വിശ്വസിക്കാത്തവരാണ് എന്ന രീതിയിലുള്ള വൈവിധ്യത്തെ, നാനാത്വത്തെ ആഘോഷിക്കാനുള്ള ഒരു അന്തരീക്ഷത്തെയാണ് സത്യത്തിൽ മതനിരപേക്ഷത എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിൽ പോലും രൂപപ്പെട്ടു വരുന്ന അനാരോഗ്യകരമായ പ്രവണതകൾ, പ്രത്യേകിച്ചും മനുഷ്യബന്ധങ്ങളുടെ മണ്ഡലത്തിൽ, അതേക്കുറിച്ചാണ് വളരെ സംക്ഷിപ്തമായി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിലൊന്ന്, മലയാളി ഒരു കാലത്തും ഭക്ഷണത്തെക്കുറിച്ച് തർക്കിച്ചിട്ടില്ല, മൽപ്പിടുത്തം നടത്തിയിട്ടില്ല, അതിൻ്റെ പേരിൽ ഗോഗോ വിളിച്ചിട്ടില്ല, മസിലൂരിറ്റി കാണിച്ചിട്ടില്ല, കണ്ണ് തുറച്ച് അവരനെ ഭയപ്പെടുത്തിയിട്ടില്ല. ഓരോരുത്തർക്കും അവരുടെ ഭക്ഷണം എന്നൊരു കാഴ്ചപ്പാടാണ്. പക്ഷെ അപ്പോഴും ഭക്ഷണത്തിലെ മികച്ചത്, മികച്ചതല്ലാത്തത് എന്ന ഒരു വിഭജനം, കൃത്രിമ വിഭജനം നമുക്കിടയിൽ പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ പതുങ്ങി നിൽക്കുന്ന ഭക്ഷണത്തിലെ മികച്ചത്, മികച്ചതല്ലാത്തത് എന്ന ജനവിധത കാഴ്ചപ്പാട് വിഷമുള്ള ഒരു പാമ്പിനെ പോലെ ഇപ്പം പത്തി നിവർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് കേരളത്തിലെ നിലനിന്നു പോന്ന വൈവിധ്യത്തെ ആഘോഷിക്കുന്ന ജനായത്ത ബോധ്യത്തിൻ്റെ ഭാഗമായ ഒരു പ്രവണത ഭക്ഷണത്തെക്കുറിച്ചായതുകൊണ്ട് അത് ഹോട്ടലിൽ നിന്ന് തുടങ്ങാം. ഏത് തിരക്കുള്ള ഹോട്ടലിലും നമ്മൾ ഉച്ചക്ക് ചോറ് തിന്നാനിരുന്നാൽ, ഊണ് കഴിക്കാനിരുന്നാൽ, വിളമ്പുന്ന തൊഴിലാളി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മീൻകറിയാണെങ്കിൽ വിളമ്പട്ടോ? മീൻകറിയാണ്. അങ്ങനെ ചോദിക്കാനുള്ള കാരണം ചിലർ മീൻകറി കഴിക്കുന്നവരല്ല. അവരുടെ ഭക്ഷണത്തിൽ മീൻകറി ഒഴിക്കുന്നത് കുറ്റകരമാണ് എന്ന് എത്ര തിരക്കുള്ള സമയമാണെങ്കിൽ പോലും ഒരു ഹോട്ടലിൽ ജോലിയെടുക്കുന്ന ആത്മബോധമുള്ള ഒരു തൊഴിലാളിക്കറിയാം. ആരും പ്രത്യേകിച്ച് ട്യൂഷൻ കൊടുത്തിട്ടല്ല, ആരും പ്രത്യേകിച്ച് ആഹ്വാനം ചെയ്തിട്ടല്ല. അതുകൊണ്ട് സാമ്പാർ മാത്രം കഴിക്കുന്നവർ, സാമ്പാറും മീൻകറിയും കഴിക്കുന്നവർ, ഓരോരുത്തരുടെ അഭിരുചിയാണ് പ്രധാനം. അതിന് പകരം ഇപ്പോൾ മീൻ, മാംസം ഇതൊക്കെ എന്തോ കൊള്ളരുതാത്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ പലതരം മീനുകൾ, പലതരം മാംസങ്ങൾ, അതിൻ്റെ പലതരത്തിലുള്ള പാചകങ്ങൾ. വളരെ പ്രകടമായി പറഞ്ഞാൽ നമ്മളിപ്പോൾ വളരെ ജനപ്രീതി ആർജിച്ചിട്ടുള്ള മന്തി, ഷവർമ, ഇങ്ങനെയൊക്കെയുള്ള
മാംസം ചേർത്തുള്ള ഭക്ഷണം, ഇതൊക്കെ ആളുകൾ സുഭിക്ഷമായി വേണ്ടവർ കഴിക്കും, വേണ്ടാത്തവർ കഴിക്കാതിരിക്കും. പക്ഷേ ഇപ്പോൾ ഇതൊരു തർക്ക പ്രശ്നമായി തീർക്കാൻ ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് കേരളത്തിലും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നടുക്കമുണ്ടാക്കേണ്ട കാര്യം. മാത്രമല്ല, ചില റെസിഡൻസ് അസോസിയേഷനുകളിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ഫാസിസ്റ്റ് ആശയങ്ങൾ അവരുടെ കൂട്ടായ്മ വിളിച്ചു ചേർക്കുമ്പോൾ പൂർണ്ണ പച്ചക്കറി ഭക്ഷണം മാത്രം നൽകുകയും പച്ചക്കറിക്കൊപ്പം മത്സ്യമോ മാംസമോ വേണ്ടവർക്ക് അത് നൽകാതിരിക്കുകയും, അത് നൽകാതിരിക്കുന്നതിൻ്റെ ന്യായമായി നമ്മളിങ്ങനെ കണ്ടമാനം ഇറച്ചിയും മീനും ഒക്കെ കഴിക്കുന്നതുകൊണ്ടാണ് പലവിധ രോഗങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറയുകയും, ഏത് ആരോഗ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം അവതരണം എന്ന് വ്യക്തമാക്കാതിരിക്കുകയും, എന്നാൽ വ്യക്തമാക്കാതിരുന്നാലും ഇതിൽ അന്തർലീനമായ ഫാസിസ്റ്റ് ആശയങ്ങളുടെ ഭീകരത കുറച്ചാളുകളെങ്കിലും തിരിച്ചറിയുകയും എന്നാൽ ഭൂരിപക്ഷത്തെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു പശ്ചാത്തലം പതുക്കെ കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണ്. അതിൻ്റെ ഒരു യുക്തി എന്താണെന്ന് പറഞ്ഞാൽ, എന്തിന് നമ്മൾ വേണ്ടാത്തതിന് നിൽക്കണം? ഒരു നേരം ഇപ്പോൾ പച്ചക്കറി ആയതുകൊണ്ട് എന്താ കുഴപ്പം? ഇത് സത്യത്തിൽ ഒരു നേരത്തിൻ്റെ പ്രശ്നമല്ല, ഇതൊരു നിലപാടിൻ്റെ പ്രശ്നമാണ്. കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഭക്ഷണം വിളമ്പുമ്പോൾ മുമ്പൊക്കെ ഫീസ്റ്റ് അഥവാ സദ്യ എന്ന പേരിൽ പച്ചക്കറി മാത്രമായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ അതിലെ ഇടപെടലിൻ്റെ ഭാഗമായി അതിൽ മാറ്റങ്ങൾ വന്നു. അത് അഭിമാനകരമാണ്. അത് പറയേണ്ട സമയത്ത് ജനങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്, ജനപ്രതിനിധികൾ പറഞ്ഞതുകൊണ്ടാണ്. 2025 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ചടങ്ങിനോടനുബന്ധിച്ച് ഒരുക്കിയ ഫീസ്റ്റ് ശരിക്കുള്ള ഫീസ്റ്റായിരുന്നു. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെലീഷ്യസ് ഫുഡ്, രുചികരമായ ഭക്ഷണം. അതാരാണ് തീരുമാനിക്കേണ്ടത്? കഴിക്കുന്നവരാണ്, അല്ലാതെ അധികാരികളല്ല. അപ്പോൾ അവിടെ എല്ലാ സസ്യ ഭക്ഷണവും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ സസ്യേതരമായ ഭക്ഷണവും ഉണ്ടായിരുന്നു. വേണ്ടവർക്ക് കഴിക്കാം, വേണ്ടാത്തവർക്ക് കഴിക്കാം. അതാണ് ജനായത്വം. ഞാൻ പറഞ്ഞു വരുന്നത്, പല സ്ഥലത്തും ഇത്തരം കാര്യങ്ങൾ ഒരു നേരമല്ലേ എന്നൊക്കെ വിചാരിച്ച് പറയാതെ പോകുമ്പോൾ അവിടെ വിജയിക്കുന്നത് അദൃശ്യമായുള്ള ഒരു ഫാസിസ്റ്റ് അജണ്ടയാണ്. ഭക്ഷണത്തിലെ അഭിരുചി തീരുമാനിക്കേണ്ടത് സംഘടനയല്ല, ഭരണകൂടമല്ല. അത് ഓരോ മനുഷ്യൻ്റെ ആരോഗ്യത്തെ അടിസ്ഥാനമാക്കി, സാമ്പത്തിക സ്ഥിതിയെ അടിസ്ഥാനമാക്കി, ലഭ്യതയെ അടിസ്ഥാനമാക്കി അവരവരാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ഇഷ്ടമാണ്, മറ്റുള്ളവരുടെ ഇഷ്ടം അവരുടെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമാണ് ഏറ്റവും ശരിയായ ഇഷ്ടം എന്ന് കരുതുന്നത് അസംബന്ധമാണ്. എന്നാൽ ഇന്ത്യയിൽ പലരും കരുതുന്നത് മാംസത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും കാളയിറച്ചിയെക്കുറിച്ച് അല്ലെങ്കിൽ ഗോമാംസത്തെക്കുറിച്ച് രൂപപ്പെട്ടു വന്നൊരു തർക്കമാണിത്. അല്ല സുഹൃത്തെ, ഇത് ഗോമാംസത്തെ പറ്റിയുള്ളൊരു തർക്കം മാത്രമല്ല. മാംസത്തിൻ്റെ മറവിൽ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നവർ രണ്ടാം തരക്കാരാണ്, അവർക്കെന്തോ തകരാറുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഫാസിസ്റ്റ് അജണ്ടയാണ്. ആ അജണ്ടയുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം കാസർഗോഡ് അനന്തപൂർ ക്ഷേത്രത്തിലെ കുളത്തിലെ ഒരു മുതല പൂർണ്ണ വെജിറ്റേറിയനാണ് എന്നതിന് നമ്മുടെ മാധ്യമങ്ങൾ ഒരാഴ്ച സമയം നൽകിയത്. പാവം മുതല, അതിതൊന്നും അറിയുന്നില്ല. അതിന് മാംസഭക്ഷണം കിട്ടാത്തത് കൊണ്ട്, ആ ക്ഷേത്രത്തിലെ പച്ചക്കറി അവശിഷ്ടങ്ങൾ മാത്രം തിന്നതുകൊണ്ട്, ജീവൻ നിലനിർത്താൻ മറ്റ് നിർവാഹമില്ലാത്തത് കൊണ്ട്, അത് ആ പച്ചക്കറി മാത്രം തിന്നതുകൊണ്ട് അത് പച്ചക്കറി മുതലയായി എന്ന് മാത്രമേ ഉള്ളൂ. കയ്യോ കാലോ പച്ചക്കറി മുതലയാണ് എന്ന് പറയുന്നവർ വെച്ച് കൊടുത്താൽ മുതല അസൽ സ്വഭാവം കാണിക്കും. അതൊന്നും നോക്കാതെ വെറുതെ പരസ്യം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു കൗതുക വാർത്തയാണ്. ഇതൊരു കൗതുക വാർത്തയല്ല, ഇതൊരു മെസ്സേജാണ്. ഇന്ത്യൻ ഫാസിസം, ഇന്ത്യൻ മതനിരപേക്ഷതയുടെ നേർക്ക് അയക്കുന്നൊരു സന്ദേശമാണ്, അപകടകരമായ സന്ദേശമാണത്. അതുകൊണ്ട് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നത് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഭക്ഷണം പരസ്പരം തർക്കം ഉണ്ടാക്കാനോ ഏറ്റുമുട്ടാനോ ഉള്ളതല്ല. മുമ്പൊരു പ്രബന്ധത്തിൽ എഴുതിയിരുന്നു, അത് ആവർത്തിക്കുകയാണ്. ഇന്ന ജന്തുവിനെ തിന്നണം, തിന്നരുത് എന്നതിൻ്റെ പേരിലല്ല, ഒരു ജന്തുവിൻ്റെ പേരിലും മനുഷ്യരെ തല്ലരുത്, കൊല്ലരുത് എന്ന കാഴ്ചപ്പാടിലാണ് നമ്മൾ ഒരുമിക്കേണ്ടത്. എന്നാൽ ഇന്ത്യയിൽ ജന്തുക്കളുടെ പേരിൽ മനുഷ്യർ കൊല ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഭക്ഷണത്തിൻ്റെ
ഒരു മണ്ഡലത്തിൽ, ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒന്നായതുകൊണ്ടാണ് ഇത് മാത്രം പറയുന്നത്. ഇതുപോലെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിൽ പലതരത്തിലുള്ള പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിരുപദ്രവകരമായ രീതിയിൽ ഫാസിസ്റ്റുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെയുള്ള വലിയ ജാഗ്രത രൂപപ്പെടേണ്ടതുണ്ട്. ഒരു 99 സസ്യാഹാരികൾക്കിടയിൽ ഒരു സസ്യാഹാരി മാത്രമല്ലാത്ത ഒരാളുണ്ടെങ്കിൽ, രുചികരമായ ഭക്ഷണം എന്ന പേരിൽ ഫീസ്റ്റാണ് നൽകുന്നതെങ്കിൽ അയാൾക്ക് പറയാൻ അവകാശമുണ്ട്, എൻ്റെ രുചിയിൽ മാംസം കൂടി ഉൾപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ ജനായത്തപരമായി അത് കേൾക്കുകയും ചെയ്താൽ അത് മതനിരപേക്ഷതയ്ക്ക് അഭിമാനകരമായിരിക്കും. മതനിരപേക്ഷതയ്ക്ക് മുറിവുണ്ടാക്കുന്ന ഒന്നും, അതെത്ര ചെറുതായാലും ഞങ്ങൾ പങ്കുചേരുകയില്ല എന്നൊരു ജനത പ്രതിജ്ഞ എടുക്കുമ്പോഴാണ് തുടക്കത്തിൽ പറഞ്ഞ മനുഷ്യബന്ധങ്ങളുടെ ഒരു ലോകം വളരെ സജീവമാകുന്നത്. അതുകൊണ്ട് മനുഷ്യബന്ധങ്ങൾക്ക് കാവൽ നിൽക്കാൻ ഇനിയും മരിച്ചിട്ടില്ലാത്ത ഞങ്ങൾ ബാക്കിയുണ്ട് എന്ന് ഇന്ത്യൻ ഫാസിസ്റ്റുകളെ നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്.